പടയപ്പ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി. ചുറ്റുവാര എസ്റ്റേറ്റിലാണ് കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആന വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്, വ്യാപകമായ കൃഷിനാശവും ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഈ ജനവാസ മേഖലയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണോ ആന? രാഹുൽ, വിജിത്ത്, ജനവാസ മേഖലയിൽ തന്നെ പടയപ്പ തുടരുകയാണ്. ഒരു തിരുത്തുണ്ട്, വാഹനങ്ങൾ തകർത്തിട്ടില്ല, വാഹനങ്ങൾ തടയുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചിറ്റുവാര എസ്റ്റേറ്റിൽ ഈ പടയപ്പയുണ്ട്. നേരത്തെ ഒരാഴ്ച മുമ്പ് വരെ ചെണ്ടുവാര എസ്റ്റേറ്റിലായിരുന്നു പടയപ്പ ഉണ്ടായിരുന്നത്. ആ പ്രദേശത്ത് വ്യാപകമായിട്ട് കൃഷിനാശം ഉൾപ്പെടെ പടയപ്പ വരുത്തുകയും ചെയ്തിരുന്നു. ഈ ആർ.ആർ.ടിയുടെ നിരീക്ഷണം അത്ര കണ്ട് കാര്യക്ഷമമാകുന്നില്ല എന്നുള്ളൊരു പരാതി നാട്ടുകാർക്കുണ്ട്. എന്നിരുന്നാലും ഈ പടയപ്പ പകൽ സമയങ്ങളിലും ഈ പ്രധാന റോഡുകളിൽ ഉൾപ്പെടെ, ഈ എസ്റ്റേറ്റിലെ പ്രധാന റോഡുകളിൽ ഉൾപ്പെടെ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ആ നാട്ടിലെ ആളുകൾക്കുണ്ടാകുന്നുണ്ട്. ഈ വാഹന ഗതാഗതമൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല. കാരണം ഈ ആന ഉള്ളത് കൊണ്ട് പലപ്പോഴും ഈ ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ മടിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അടിയന്തരമായി വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. നേരത്തെ ആന വാഹനങ്ങൾ തടഞ്ഞിരുന്നു.